കേരള സംസ്ഥാന ഫാർമസി കൗൺസിലും വിവിധ സംഘടനകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 64ാമത് ദേശീയ ഫാർമസി വാരാഘോഷം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഒ.സി. നവീൻ ചന്ദ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഈ ആരോഗ്യരംഗത്ത്, ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തകരാണ്. നമുക്കറിയാം, ഡോക്ടർ രോഗിക്കിടയിലുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നവരാണ് ഫാർമസിമാർ. രോഗം കണ്ടുപിടിക്കുന്നതിൻ്റെ അതേ പ്രാധാന്യമുണ്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത്. എല്ലാ രോഗങ്ങളും കണ്ടെത്തിയതിന് ശേഷം അത് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമുക്കറിയാം അസുഖം മാറാൻ പോകുന്നില്ല, അല്ലെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട വിഭാഗം ആരാണ് ഫാർമസിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചവരാണ്. അപ്പോൾ ഫാർമസിസ്റ്റിന് മാത്രമേ മരുന്നിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഫാർമസികളിലും അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നുള്ള നിലയിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കൃത്യമായ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാലേ പേഷ്യൻറ്റിന് ആ മരുന്നായി നമ്മുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ഒരു മരുന്ന് അതിൻ്റെ സമയം തെറ്റി കഴിക്കുക, അല്ലെങ്കിൽ അത് കഴിക്കാതിരിക്കുക, കുറച്ച് കഴിച്ച് ബാക്കി വെക്കുക എന്നുള്ളൊരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ അലോപ്പതി മരുന്നാണ്, അത് അധികം കഴിക്കാൻ പാടില്ല എന്നുള്ളൊക്കെ ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിനുണ്ട്. പി. പ്രസൂൺ ബാബു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ട്രക്ക് കൺട്രോളർ കെ.വി. സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഇൻസ്പെക്ടർ സോണിയ കൃഷ്ണൻ, ഡോക്ടർ ധന്യരാജൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡ് നേടിയ കണ്ണൂർ മിംസ് ആശുപത്രിയിലെ TCG, ബെസ്റ്റ് ട്രക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അവാർഡ് നേടിയ കെ.വി. സുധീഷ് എന്നിവരെ ആദരിച്ചു. ഡോക്ടർ റോബിൻ ജോസ്, ഡോക്ടർ സുജിത് എസ് നായർ, വിജയകുമാർ ബ്ലാത്തൂർ, രഞ്ജിത്ത്, ദിവാകരൻ, അമൃത സംഗീത്, സലീം, ടി. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, we'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ.